ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ തന്നെ അച്ഛൻ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വിളക്ക് കത്തിക്കുന്നത് അച്ഛനാണ്. അപ്പോൾ നല്ല മഴയാണ്, റൂം മൊത്തം ഇരുട്ടിലാണ്. അപ്പോൾ അച്ഛൻ ഇതാ പതിവ് പോലെ രാവിലെ തന്നെ ന്യൂസ് വെച്ചിരിക്കുന്നുണ്ട്. അച്ഛൻ രാവിലെ ചായയൊക്കെ ഇട്ട് വെക്കും. അച്ഛനാണ് ചായ ഇട്ട് വെക്കാറ് എപ്പോഴും. അപ്പോൾ അച്ഛൻ ചായയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതാ നോക്ക്, നല്ല മഴയാണ്. നമ്മുടെ അടുക്കള വശത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഏകദേശം ഒന്ന് നേരെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയത്. ഇല്ലെങ്കിൽ ഒന്നും കാണില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ നല്ല കാറ്റും ഉണ്ട്, അത്യാവശ്യം നല്ല കാറ്റും ഉണ്ട്, മഴയും ഒക്കെ ആയിട്ട്. രാവിലെ എണീക്കാൻ നല്ല മടിയാണ്, അത് വേറെ കാര്യം. എങ്കിലും എണീച്ചാലേ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും നല്ലൊരു പഴുത്ത കപ്പക്ക ഞാൻ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ പറിക്കാൻ പോകുമ്പോൾ പേടിയാണ്, കാടായതുകൊണ്ട് ഗായ്സ്. അപ്പോൾ രാവിലെ തന്നെ ഇന്ന് പൂരിയും ബാജിക്കറിയും ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ആദ്യം വിചാരിച്ചു പൂരിക്ക് കുഴച്ചിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് കുറച്ചുകൂടി സെറ്റ് ആവുമല്ലോ, നല്ല മയം കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ പൂരിക്ക് ആദ്യം ഇങ്ങനെ കുഴച്ച് വെക്കാൻ പോവുകയാണ്. ഉപ്പിട്ടു, അതിന് ശേഷം ഇതിങ്ങനെ വെള്ളം ഒഴിച്ച് ഇനി കുഴക്കണം. പിന്നെ വെളിച്ചെണ്ണയും കൂടെ ലേശം നനക്കും, കുറച്ച് നല്ല അടിപൊളി മയം കിട്ടാൻ വേണ്ടിയിട്ടായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് ഞാനിത് വെള്ളം ചേർക്കാൻ പോവാണ് ഗായ്സ്. വെള്ളം ചേർത്തിട്ട് ഇനി നല്ലോണം ഒന്ന് കുഴച്ചിട്ട് വരാം ഗായ്സ്. അപ്പോൾ നമുക്ക് എന്ന് വെച്ചാൽ രാവിലെ അങ്ങനെ ആർക്കും ഒന്നും കൊണ്ടുപോകേണ്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ ആയാൽ മതി ചായയും കടിയൊക്കെ. എങ്കിലും രാവിലെ ആക്കും. അപ്പോൾ ഇതാ നല്ല വൃത്തിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ബാജീൻ്റെ പരിപാടിയാണ്. ഇനി ബാജിക്കറിക്ക് മുറിച്ച് വെട്ടി വെക്കണം. അങ്ങനെ ഇതാ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ തോല് കളയാണ്. തോല് കളഞ്ഞിപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി മുറിച്ചെടുത്താൽ ബാജിക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഉണ്ടയാക്കി വെക്കാം. ഉണ്ടയാക്കി വെച്ചാൽ നമുക്ക് സ്റ്റിക്ക് ഉണ്ട്, ചപ്പാത്തീൻ്റെ സ്റ്റിക്ക് ഉണ്ട്. അപ്പോൾ അതിലിട്ടിട്ട് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് പരത്തുന്ന പൂരിക്ക് പരത്തുന്ന സീനില്ല. അപ്പോൾ നമുക്കിങ്ങനെ കുക്കറിലൊക്കെ ആക്കി ഞാൻ ബാജി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മ എഴുന്നേറ്റ് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ട് അതിലിട്ട് കൊടുക്കും. അമ്മ ഇങ്ങനെ കോരിയെടുക്കും. അതാണ് നമ്മുടെ പരിപാടി. അപ്പം ബേമ്പേ ആവും. ഇത് എപ്പം നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യാറ്. ഒരാൾ കുഴച്ച് പരത്തിയിട്ട് ഇട്ട് കൊടുക്കും, മറ്റേ ആൾ അതിങ്ങനെ എടുക്കും. അപ്പം പെട്ടെന്ന് പരിപാടിയായില്ലേ. അപ്പോൾ സംഭവം ഭയങ്കര ഈസിയാണ്. പൂരിയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നല്ല ഈസി. ബാക്കിയെല്ലാം നമ്മളിങ്ങനെ ദോശയൊക്കെ ചുടാൻ നിന്ന് കാല് കേൾക്കും, അത്രയും ഭയങ്കര പരിപാടിയാണ്. ഒരു കണക്കിന് പൂരിയൊക്കെയാണ് അടിപൊളി പരിപാടി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് പൂരി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പം ഞാനിതാ എൻ്റെ അവസാനത്തെ പൂരി ഇത് ഇടാൻ പോവുകയാണ് ഗായ്സ്. അപ്പം അടുക്കളയിലത്തെ വർക്കൊക്കെ ഏകദേശമായി. ഇനി സ്വല്പം മ്യൂസിക് ആവാം അല്ലേ. അപ്പോൾ അച്ഛനാണ് പൊതുവെ റേഡിയോ കേൾക്കാറ്. ഇപ്പം ഞാൻ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി പാട്ടായിരുന്നു. അപ്പം ഞാൻ കുറച്ച് നേരം പാട്ട് കേൾക്കാനായിട്ടിരുന്നു. അപ്പോൾ ഏതായാലും പാട്ട് നമുക്ക് നമ്മളെ മൈൻഡൊക്കെ മാറ്റുന്നതാണല്ലോ. അപ്പം മൈൻഡൊക്കെ മാറി നല്ല രസമായിരുന്നു. അല്ലെങ്കിൽ തന്നെ രാവിലെ ഇന്ന് നല്ലൊരു മൂഡിലായിരുന്നു. പാട്ട് കേട്ടപ്പോൾ വേറൊരു മൂഡിലേക്ക് പോയി. ഒരു പാട്ട് കേട്ട് വരുമ്പോഴത്തേക്ക് തന്നെ നല്ല ഫ്രഷായി മൈൻഡൊക്കെ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ടേബിളുമ്മൽ സാധനമൊക്കെ കൊണ്ടുവച്ച് നമ്മൾ രണ്ടുപേരും ചായ കുടിച്ചു. അച്ഛനും അമ്മയും പതുക്കെ കഴിക്കും. കുഞ്ഞൂട്ടിനെ എഴുന്നേറ്റിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എപ്പോഴത്തെയും പോലെ നല്ല ശാന്തസുന്ദരമായ എൻ്റെ ഒരു മോർണിംഗ് ആയിരുന്നു നിങ്ങൾ കണ്ടത്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ.